സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് യൂട്യൂബിൽ. അപ്പം നമ്മളിന്ന് ഇറങ്ങിയിരിക്കുന്നത് കപ്രിക്കാട് എക്കോ ടൂറിസത്തിലാണ്. എൻ്റെ ഫ്രണ്ടുണ്ട് ഫിറോസ്. അപ്പം ഞാൻ അവൻ്റെ വണ്ടിയിലാണ് ഇന്ന് വന്നത്. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അതൊന്ന് പോകണം. ബട്ട് ഇവിടെ ഏറ്റവും നമുക്ക് ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണിത്. നിങ്ങൾക്ക് തിരക്ക് കണ്ട് അറിയാൻ പറ്റും. ഇത് കണ്ടോ, പുറകെ കണ്ടോ തിരക്ക്. ഞങ്ങൾ എന്തായാലും എൻട്രിയിലോട്ട് കയറുവാണ്. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. 2 പേരുടെ 140 രൂപയായി. അപ്പോൾ ഫിറോസ് ടിക്കറ്റ് കൊണ്ട് ഹാപ്പി ആയിരിക്കുകയാണ്. അല്ലേ ഫിറോസേ? പിന്നെ ശരി ഗൈസ്, ഇവിടെ കുറേ പരിപാടികളുണ്ട്. ബട്ടർഫ്ലൈ ആൻഡ് ഹൗസ് പ്ലാന്റ്. ഇവിടെ ഗാർഡൻ ഒക്കെ ഉണ്ട്. കൊള്ളാമല്ലേടാ, നൈസായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സ്പോട്ട് ഏതാണെന്ന് അറിയത്തില്ല. ആ മാപ്പ് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നില്ല. ഫിറോസ് ഇത് ഫസ്റ്റ് ടൈമാണോ? ഫിറോസ് ഫസ്റ്റ് ടൈമാണോ? ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ കയറുവാണ്. നമ്മുടെ ഇത് വരുന്നത് കപ്രിക്കാട് മിനി സൂ ആണ്. നമുക്ക് എന്തായാലും കയറി നോക്കാം. ആദ്യത്തെ എനിക്ക് തോന്നുന്നത് ഡിയർ സോൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം കയറാൻ പോകുന്നത് എലിഫൻറ്റ് ക്യാമ്പ്. 400 മീറ്റർ ആണ്. പിന്നെ ഡിയർ പാർക്കും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഡിയർ പാർക്കിലോട്ട് പോകാൻ പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് തിരിഞ്ഞ് നോക്കണം. ഹലോ ബഡി, എന്നാ ഉണ്ട് ബഡി? സുഖമല്ലേ ബഡി? നമ്മൾ ഇപ്പോൾ നിങ്ങൾ പല മാൻ്റെ വെറൈറ്റി ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് എനിക്ക് അത്ര അറിയത്തില്ല, സോറി. ബട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എനിക്ക് ആക്ച്വലി അടിപൊളിയായിട്ട് തോന്നി. എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്, കമൻറ്റ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിൻ്റെ അടുത്തതിലോട്ട് പോവാണ്. എനിക്ക് തോന്നുന്നു ഇനി 400 മീറ്റർ നടന്നതിന് യെസ് എലിഫൻറ്റ് ക്യാമ്പ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ എലിഫൻറ്റ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ ഒരുപാട് ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. കപ്രിക്കാട് എലിഫൻറ്റ് ക്യാമ്പ് അങ്ങോട്ടാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഇതാ വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ആനകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം അതെന്താണെന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് 7 ആനയാണുള്ളത്. അതിൽ ആദ്യത്തെ ആനയുടെ പേര് സുനിത, രണ്ടാമത്തെ ആശ, മൂന്നാമത്തെ പാർവതി, നാലാമത്തെ അഞ്ജന, അഞ്ചാമത്തെ ഹരിപ്രസാദ്, ആറാമത്തെ ചന്ദ്രു, ഏഴാമത്തത് അഭിമന്യു. കൊള്ളാമല്ലോ, മലയാളം തന്നെയുള്ള പേരുകളാണല്ലോ. ഇതിലാണ് ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പെട്ടെന്ന് കിടക്കാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളിത് വേണമെന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും നോക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഗൈസ് കാണാം.
ഇപ്പം നമ്മളിവിടെ ഇത്രയും ആനയെ കണ്ടു. അപ്പോൾ ഇതിലൊരു വില്ലാളി വീരനുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ ഇത് പുറകിൽ പീലാണ്ടി ചന്ദ്രു എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു ആളിച്ചിരി ഇതൊക്കെ ചില്ലാടിയാണ്, കുറച്ച് പേര് കൊന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം സത്യാവസ്ഥ എനിക്കറിയത്തില്ല. നമ്മൾ വിശ്വസിക്കുന്നു സൈലൻ്റ് ആയിരിക്കണം, ബഹളം ഉണ്ടാക്കരുത്, ശല്യം ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും അയാളെ ഒന്ന് പോയി കാണാം. ഓക്കെ. അപ്പോൾ നമ്മളെത്തി, പീലാണ്ടി ചന്ദ്രനെ കണ്ടു. അപ്പോൾ 49 വയസ്സാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ. അപ്പോൾ ഇത് മണ്ണാർക്കാട് ഡിവിഷനിൽ വന്ന വനപ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു ആനയാണ്. 30/5/2017 വനം വകുപ്പ് പിടികൂടിയ ആന ഇത്. ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്, ഞാൻ എന്തായാലും കൊടുക്കാം. അപ്പം പുള്ളി അവിടെ ഒരു പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞ പോലൊരു സംഭവം ഇവിടെ എഴുതിയിട്ടില്ല, എനിക്കറിയത്തില്ല. ഇനി പുള്ളി ഇവിടെ തള്ളിയതാണോ അല്ല ഇവിടുത്തെ ചേച്ചിമാരുടെ ചോദിച്ചതിന് ചിലപ്പോൾ കൂടുതൽ അറിയാൻ പറ്റും. ആനയെ കണ്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി അത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ആള്. ഞാൻ ഫോക്കസ് ചെയ്യാം. കണ്ടോ, ആളാണ് നമ്മൾ പറഞ്ഞ പീലാണ്ടി ചന്ദ്രു. അപ്പോൾ നമ്മളെന്തായാലും പരിപാടി കഴിഞ്ഞു. ഇത് കുഴപ്പമില്ല, നമുക്ക് 1 ഡേ ട്രിപ്പിനുള്ള പറ്റിയ വകുപ്പാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല തന്നെയാണ്. ഞാൻ ആദ്യം പോയത് പാനാങ്കുഴി, അതിൻ്റെ ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കപ്രിക്കാട്. അന്ന് കപ്രിക്കാട് പോയപ്പോഴാണ് ഇത് അടച്ചു കിടക്കുമായിരുന്നു, പണിയായിരുന്നു. അപ്പം കപ്രിക്കാട് കയറാൻ പറ്റി, അടിപൊളിയാണ്. 7 ആനകളുടെയൊക്കെയാണ്. നല്ല എനിക്ക് അവർ ട്രെയിൻ ചെയ്ത ആനകളുടെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഇത് എനിക്കൊന്ന് ഇത് ലാസ്റ്റാന്ന് തോന്നുന്നു. കുട്ടികളുടെ പാർക്ക്, ഊഞ്ഞാലുകളാണ്, പാർക്ക് തന്നെയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതും കൂടെ കണ്ടിട്ട് ലാസ്റ്റ് ഞാൻ റിവ്യൂ പറയാം. അപ്പോൾ ഗൈസ് നമ്മൾ പാർക്കിലോട്ട് കയറുകയാണ്. ഇപ്പോൾ ഞാനത് കാണിക്കണമെന്ന് തോന്നിയുണ്ടോ, ഇതുകൊണ്ടോ ഫെൻസിങ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ കാട്ടാനകളും കാട്ടുമൃഗങ്ങളുടെയും പ്രവേശനത്തിനുള്ള സാധ്യത ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ കഫ്റ്റീരിയ, പാർക്ക്, ഇവിടെ എല്ലാവരും ഇപ്പോൾ ഫാമിലി എല്ലാവരും ഉണ്ട്. ഇനി ഞായറാഴ്ച കൂടെ ആണല്ലോ, അപ്പം തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അധികം ഞാൻ കാണിക്കാത്തത്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പം വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം റിവ്യൂ എനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൂടുതൽ എനിക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വന്നുകൊണ്ട് ഞാൻ വീഡിയോക്കാളും കൂടുതൽ സ്ഥലം കാണുവാണ്. അതാണ് ഏറ്റവും വലിയ സത്യം. സ്ഥലം കാണാൻ പറഞ്ഞ സ്ഥലം തന്നെ കാണണം. അത് പക്ഷേ എനിക്ക് വീഡിയോ കൂടെ എടുക്കുമ്പം ചില ഏരിയകൾ വിട്ടു പോകുന്നവരെ തോന്നും. പക്ഷേ ഞാൻ എന്നാലും വീഡിയോ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് 1 ടൈം ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഫിറോസിനോട് ചോദിച്ചു നോക്കാം അവൻ്റെ അഭിപ്രായം. ഫിറോസേ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? കാണാത്തൊരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യല്ലേ, നല്ലൊരു എക്സ്പീരിയൻസ്. അതെ, അത് നമുക്ക് എറണാകുളത്തുള്ളവർക്കും അടുത്തുള്ള ജില്ലക്കാർക്കൊക്കെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മൊമെന്റ് അല്ലേ അത്. ഫാമിലിയായിട്ട് ഈവൻ ഒറ്റയ്ക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്പോട്ടാണ്. അതെ അതെ, അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഇറങ്ങാൻ ശ്രമിക്കുക, അടിപൊളിയാണ്. വൺസ് ഒന്ന് കാണാനുള്ള എന്തായാലും ഉണ്ട്. പിന്നെ ആനേനെയൊക്കെ ഒന്ന് കാണാനും ഭാഗ്യമുണ്ട്. എനിക്കൊന്ന് ഇവിടെയാണ് ആനയെ കുളിക്കുന്ന സ്ഥലം, ഞാനത് പറയണം, എൻ്റെ കൂടെ പറഞ്ഞേക്കാം. എലിഫന്റ് ബാത്തിങ് ഇതാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാർക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി കഫേ ഉള്ളത്. അപ്പം അതും കൂടെ കഴിഞ്ഞ് പരിപാടി ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇവിടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.